എറണാകുളം DCC സെക്രട്ടറി അജിത് അമീർ ബാബ ഉൾപ്പെടെയുള്ളവർ വീട് കയറി ആക്രമിച്ചതായി പരാതി. പെരുമ്പാവൂർ സ്വദേശി മാർട്ടിന്റെ പരാതിയിൽ കേസെടുത്തിട്ടുണ്ട്. കടം വാങ്ങിയ പണം ചോദിച്ചു വീട്ടിൽ കയറി മർദ്ദിച്ചെന്നാണ് പരാതി. അതേസമയം ആരോപണം അജിത് അമീർ ബാബ നിഷേധിച്ചു. നാട് പഞ്ചായത്തിലെ 2020 പ്രസിഡന്റ് നിതയും ഇവരും കൂടി വന്ന് എൻ്റെ അടുക്കള വഴി കയറി 5-8 പേരുണ്ടായി. അത് പേര് അമീർ എന്നാണ്. ഒരു ഷിജു എന്ന് പറഞ്ഞ അവൻ്റെ ഡ്രൈവർ, പിന്നെ ഒരു ആലപ്പുഴക്കാരൻ ഒരുത്തൻ, ഇവൻ്റെ ഭാര്യയുടെ ആങ്ങളെന്നാണ് പറഞ്ഞത്. ഇവൻ്റെ ഭാര്യ എല്ലാവരും കൂടി ഉണ്ട്. എന്നാ അതിനും വേണ്ട മർദ്ദനം ഉണ്ടായിരുന്നു. നാവിക്കിട്ട് എൻ്റെ തലക്കിട്ട് കസേര എടുത്ത് അടിച്ച് പല പല സംഭവങ്ങളും അവിടെ നിന്നുണ്ടായി. അപ്പം എനിക്ക് നിവൃത്തികേട് കൊണ്ട് ഇന്ന് രക്ഷപ്പെടാൻ വേണ്ടി എൻ്റെ കൈത്തണ്ട് എനിക്ക് മുറിക്കേണ്ടി വന്നു. അപ്പോൾ 21 ലക്ഷം രൂപ ഞാൻ കൊടുക്കൂല്ലെന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് ഇവൻ എന്നെ തല്ലിയത്. രാഗിൻ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. രാഗിൻ, DCC സെക്രട്ടറിക്കെതിരെ ഉൾപ്പെടെയാണ് ഈ ആരോപണം ഇദ്ദേഹം ഉന്നയിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ പരാതി എന്താണ് അതിൽ അവർ നൽകുന്ന വിശദീകരണം? മാർട്ടിന്റെ പെരുമ്പാവൂരിലെ വാടക വീട്ടിലെത്തി ഈ സംഘം ആക്രമണം നടത്തി എന്നതാണ് പരാതി. കടം വാങ്ങിയ പണം തിരിച്ചു കിട്ടാത്തതിലുള്ള വിരോധം മൂലമാണ് ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയത് എന്നതാണ് ഈ പരാതിയിൽ പ്രധാനമായും പറയുന്നത്. മാർട്ടിൻ നൽകിയ പരാതിയിൽ പറയുന്നത് ഇതിൽ അജിത് അമീർ ബാവ DCCയുടെ സെക്രട്ടറിയാണ് എറണാകുളത്തെ. അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ, കൂടാതെ പഞ്ചായത്ത് പ്രസിഡന്റ് കുന്നത്തുനാട്ടിലെ, കൂടാതെ ഷിജു എന്നയാൾ, ഇത്രയും പേരെയാണ് FIRൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കൂടുതൽ പേർ കേസിൽ പ്രതികളായി വരാൻ സാധ്യതയുണ്ടെന്നും പോലീസ് സംഘം സൂചന നൽകുന്നു. ഇതിൽ ഈ പണം കിട്ടാത്തതിലുള്ള വിരോധം മൂലം ആക്രമിച്ചു എന്നാണ് പറയുന്നത്. കസേര കൊണ്ട് അടിച്ചു, അതിനുശേഷം മുഖത്തടിച്ചു. പിന്നാലെ ഈ പ്രാണരക്ഷാർത്ഥം കൈഞ്ഞരമ്പ് മുറിക്കുകയാണ് ഉണ്ടായത് എന്ന വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നത്. എന്തായാലും പോലീസ് കേസെടുത്തിട്ടുണ്ട്. പെരുമ്പാവൂർ പോലീസ് അന്വേഷണം നടത്തി വരികയാണ്. അതേസമയം ഈ ആരോപണങ്ങളെല്ലാം അജിത് അമീർ ബാവ നിഷേധിക്കുകയാണ് ഉണ്ടാകുന്നത്. ഈ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് തന്നെ 21 ലക്ഷത്തോളം രൂപ കബളിപ്പിച്ചു, പണം വാങ്ങിയ ശേഷം ഭൂമി എഴുതി തന്നില്ല. അത് നിരവധി തവണ ചോദിച്ചിട്ടും ഈ കാര്യങ്ങൾ ഉണ്ടായില്ല. മാത്രമല്ല അത് ചോദിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവിടെ പോയത്. അത് ഒരു കൃത്യമായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങൾ നടക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ, കുന്നത്തുനാട്ടിലെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ കൊണ്ടുപോയത് എന്നാണ് അജിത് അമീർ ബാവ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അല്ലാതെ ഒരു തരത്തിലുള്ള മർദ്ദനം ഉണ്ടായിട്ടില്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത്. എന്തായാലും പോലീസ് ഇതിൽ കേസെടുത്ത്, ഈ മാർട്ടിന്റെ പരാതിയിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മറ്റ് വിശദാംശങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളും പോലീസ് പരിശോധിച്ചു വരികയാണ്.